എല്ലാവർക്കും ടുവോടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇതുപോലൊരു 2 ലിറ്റർ 7-അപ്പിന്റെ കുപ്പി കൊണ്ട് നമുക്ക് ഇതുപോലൊരു ഫ്ലവർ വൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴത്തെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി തട്ടിവിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ടെക് പരമായിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ ടൈം ലൈനിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ എടുത്ത 7-അപ്പ് കുപ്പിയുടെ 2 പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ 7-അപ്പ് കുപ്പിയുടെ മുകൾ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ താഴ്ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മധ്യത്തെ പോർഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഞാനിവിടെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ താഴത്തെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു 7-അപ്പ് കുപ്പി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മധ്യത്തെ പോർഷൻ മാത്രമായിരിക്കും പ്ലെയിൻ ആയിട്ടുള്ളത്. മുകളിലും താഴെ നമുക്ക് ഡിസൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പാർട്ട് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ താഴത്തെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന്റെ കുറച്ച് പാർട്ട് കൂടെ നമ്മൾ ഇതേപോലെ എടുത്തു കളയണം, അടപ്പ് വരുന്ന ഭാഗം. ഇനി നമുക്കൊരു 1/2 ലിറ്റർ കുപ്പിയുടെ ആവശ്യമുണ്ട്. ഇതിന്റെ മുകൾ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയൊരു സൈസിലുള്ളത് മതി, ഒരുപാട് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു സൈസിൽ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിയുടെ പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്ത പാർട്ടിന്റെയും അടപ്പ് വരുന്ന ഭാഗത്ത് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്ക് 2 ലിറ്റർ കുപ്പിയുടെ കട്ട് ചെയ്ത പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതിങ്ങനെ ജോയിൻ ചെയ്യുക, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള താഴ്ഭാഗവും മുകൾ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലായിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്ത, അതായത് 1/2 ലിറ്റർ കുപ്പിയുടെ പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്ന വെച്ചാൽ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കരുത്. പേപ്പർ ടേപ്പ് വെച്ച് തന്നെ നമ്മളിത് ഒട്ടിച്ചെടുക്കണം. ഈ പേപ്പർ ടേപ്പ് ഒട്ടിക്കുന്നതിന് പകരം ഫെവിക്കോളും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ പീസുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പേപ്പർ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ നമ്മൾ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ പേപ്പർ ടേപ്പ് വെച്ച് കവർ ചെയ്യുക. കാരണം ഇതിന് മുകളിലേക്കാണ് നമ്മൾ സിമെന്റും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ പൂർണ്ണമായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ ടേപ്പ് ഉപയോഗിച്ച്. ഇനി നമ്മൾ ഇതിന്റെ മേലേക്കാണ് സിമെന്റും വെള്ളവും കുഴച്ച മിശ്രിതം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കരണ്ടി കൊണ്ടോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സിമെന്റ് അലർജി ഉള്ളവരൊന്നും ഒരിക്കലും ദയവ് ചെയ്ത് കൈ കൊണ്ട് ഇതിനകത്തേക്ക് തുടരുത്. അതിൽ നല്ല നമുക്ക് സ്പൂൺ വെച്ചോ ഒക്കെ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞങ്ങളിത് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസത്തേക്ക് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ നമ്മളിത് വയ്ക്കാൻ നേരത്ത് നമുക്കിത് ഇളക്കിയെടുക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ സിമെന്റ് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിനൊരു ബേസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഈ സിമെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് പിറ്റേന്ന് ഇളക്കിയെടുക്കാവുന്ന രീതി വേണം നമ്മൾ ചെയ്യാനെന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലേക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിക്കാം. സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. ആ ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സാൻഡ് പേപ്പർ വെച്ച് പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാൻഡ് പേപ്പർ വെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് വൈറ്റ് സിമെന്റും വെള്ളം കൂടെ ചേർത്ത മിശ്രിതം നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട്
നമ്മൾ വീണ്ടും ഇതിന് മേലേക്ക് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുക. കാരണം നമ്മൾ ഈ വൈറ്റ് സിമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ കട്ടിക്കൊക്കെ കാണും. അതൊക്കെ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ ഇട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിംഗ് ആണ്. അക്രിലിക് പെയിന്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അക്രിലിക് പെയിന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിനകത്തൊരു ഫിനിഷിംഗ് ഒക്കെ വേണമെങ്കിൽ തോന്നണമെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിന്റ് വേണം. നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കോട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒറ്റ കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചു നല്ല കലാവിരുദ്ധകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനേക്കാളും വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.